സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ സ്നേഹിക്കാൻ ഒരു കാലം തുടരുന്നു. അമ്പലത്തിലൊന്ന് പോകാമെന്ന് വിചാരിച്ചാണ് വീണ രാവിലെ കുളിച്ചത്. അവൾ ബാത്റൂമിൽ നിന്ന് വന്നപ്പോൾ ഓഫീസിലേക്ക് പോകാനായി ജ്യോതി വേഷം ധരിക്കുകയായിരുന്നു. ഹണിയെ 2-3 വട്ടം ആരോ വിളിച്ചു. മൊബൈൽ ബെല്ലടിക്കുന്നത് കേട്ടു. ജ്യോതി പറഞ്ഞു, വിൽസൺ അങ്കിളോ ഹണിയോ ആയിരിക്കും, അല്ലാതെ വേറെ ആരും വിളിക്കാറില്ലല്ലോ. അവൾ ചെന്ന് മൊബൈൽ എടുത്ത് നോക്കി. 3 മിസ്ഡ് കോളുകൾ. 1 മൊബൈൽ കമ്പനിയിൽ നിന്നുള്ളത്, 2 നിത്യയുടേത്. നിത്യയുടെ പേര് കണ്ടപ്പോൾ വീണ അറിയാതെ ഒന്ന് ഞെട്ടി. രവീന്ദ്രൻ ചേട്ടൻ വീണ്ടും അവളെ കാണാൻ ചെന്നോ? കുറേ ദിവസമായി അയാളുടെ ഒരു വിവരവും അറിയാറില്ല. ജ്യോതി ചേച്ചിയുടെ മുന്നിൽ വെച്ച് സംസാരിക്കുന്നതെങ്ങനെ? രഹസ്യ സ്വഭാവമുള്ള എന്തെങ്കിലുമാണ് നിത്യയ്ക്ക് പറയാനുള്ളതെങ്കിലോ? ജ്യോതി ചേച്ചി പോയിട്ട് മതി നിത്യയെ വിളിക്കുന്നത്. വീട്ടിൽ നിന്നാണോ? സാരിയുടെ ഞെറിവെടുക്കുന്നതിനിടയിൽ ജ്യോതി ചോദിച്ചു. അല്ല, നിത്യയെ വിളിച്ചത് എൻ്റെ ക്ലാസ്മേറ്റാ. അവൾ പറഞ്ഞു. നിങ്ങളുടെ എക്സാം റിസൾട്ട് വരാറായോ? ഇല്ല, 2-3 ആഴ്ചയ്ക്കുള്ളിൽ. ഹണിക്ക് പേടിയുണ്ടോ? ഇല്ല ചേച്ചി, ഒരുവിധം നന്നായിട്ട് ഞാൻ എക്സാം എഴുതിയിട്ടുണ്ട്. മിടുക്കി. ജ്യോതി പുഞ്ചിരിച്ചു. വേഷം ധരിച്ചു കഴിഞ്ഞു. നെറ്റിയിൽ ഒരു സ്റ്റിക്കർ പൊട്ടും ഒട്ടിച്ച് ജ്യോതി യാത്ര പറഞ്ഞ് ഓഫീസിലേക്ക് പോയി. ദീപ നേരത്തെ സ്ഥലം വിട്ടിരുന്നു. വീണ ചെന്ന് വാതിലടച്ചിട്ട് നിത്യയുടെ നമ്പർ എടുത്ത് വിളിച്ചു. ഹലോ വീണ. നിത്യ കോൾ എടുത്തു. എന്താടി വിളിച്ചേ? ഉത്കണ്ഠ സഹിക്കാൻ വയ്യാതെ വീണ ചോദിച്ചു. നീ ഹണിയുടെ കാര്യം അറിഞ്ഞോ? എന്താണ്? ശ്രീരാജിൻ്റെ അച്ഛൻ വേറെ കല്യാണം തീരുമാനിച്ചെന്ന് അവളിപ്പം എന്നെ വിളിച്ചായിരുന്നു. നിത്യ പറഞ്ഞു. ഞാനും അക്കാര്യം അറിഞ്ഞടി. ഹണിയല്ലേ മോള്, അവൾ ആ കല്യാണം നടത്തിക്കത്തില്ല. പെണ്ണിൻ്റെ വീട്ടുകാരെ ചെന്ന് കണ്ട് അവൾ ഇന്നലെ ഒരു ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്, വീണ പറഞ്ഞു. അവളിന്ന് വിളിച്ചപ്പോൾ അക്കാര്യം എന്നോട് പറഞ്ഞു. ഭയങ്കര തൻ്റെയിടം അവൾക്ക്. ശരിയാണ്, പക്ഷേ തൻ്റെയിടം ഓവറായാലും കുഴപ്പമാണ്. അവളിപ്പോൾ ശരിക്കും തീ തിന്നുകയല്ലേ. കാര്യങ്ങൾ എന്തായി തീരുമെന്ന് ആർക്കും അറിയില്ല, വീണ പറഞ്ഞു. കൈവിട്ട കളിയെ 2 പേരും കളിച്ച്. ഒന്നുകിൽ അവൻ്റെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് വേണമായിരുന്നു, അല്ലെങ്കിൽ അവളുടെ വീട്ടുകാരുടെ. ഇത് രണ്ടും ഇല്ലാതായിപ്പോയി. ചിലപ്പോൾ എല്ലാം നേരെയാകും. ഏതെങ്കിലും ഒരു കൂട്ടരെങ്കിലും ക്ഷമിക്കാതിരിക്കുമോ? വീണ പ്രത്യാശിച്ചു. നീ ഇപ്പോൾ അങ്കിളിൻ്റെ വീട്ടിലാണോ? അല്ലടി, ഹോസ്റ്റലിലേക്ക് മാറി. നിൻ്റെ രവീന്ദ്രൻ ചേട്ടൻ്റെ വിവരം വല്ലതുമുണ്ടോ? നിത്യ ചോദിച്ചു. അന്ന് നിൻ്റെ വീട്ടിൽ അവർ വന്നില്ലേ? അതിനുശേഷം ഒന്നും അറിഞ്ഞിട്ടില്ല. നീ അച്ഛൻ്റെ അടുത്തേക്ക് പോയി കാണും എന്ന് വിശ്വസിച്ചിരിക്കുക. അതുകൊണ്ടാണ് പിന്നെ അന്വേഷണമൊന്നും നടക്കാത്തത്. അറിയില്ലടി. അല്പനേരം കൂടി സംസാരിച്ചിട്ടാണ് വീണ കോൾ കട്ട് ചെയ്തത്. അവൾക്ക് ആശ്വാസം തോന്നി. രവീന്ദ്രൻ ചേട്ടൻ്റെ ശല്യം ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. പുതിയ ചുരിദാർ എടുത്ത് ധരിച്ച് ഈറിൻ മുടി തുമ്പ് കെട്ടിയിട്ട് അവൾ ഗാന്ധാരി അമ്മൻ കോവിലിൽ പോയി തൊഴുതു. അപ്പോഴാണ് ഇൻ്റർനെറ്റ് കഫേയിലും മറ്റും ഒന്ന് കയറാമെന്ന് വിചാരിച്ചത്. മൊബൈലിൽ നെറ്റ് കണക്ഷൻ ഇല്ലല്ലോ. ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നോ എന്ന് നോക്കാം. വേറെ ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് ഇൻ്റർവ്യൂവിന് അറിയിപ്പ് വന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കാം. വാൻറോസ് റോഡിലുള്ള കഫേയിൽ ചെന്ന് അവൾ മെയിൽ ചെക്ക് ചെയ്തു. വിബ്ജിയോറിൽ നിന്ന് ഒരു മെയിൽ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ആ പേര് കണ്ടപ്പോൾ തന്നെ അവളുടെ ഹൃദയമിടിപ്പിൻ്റെ വേഗത കുതിച്ചുയർന്നു. ആ കമ്പനിയിലാണ് ഇൻ്റർവ്യൂവിന് പോയത്. വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് മൗസിൽ പിടിച്ച് അവൾ ചെറുതായി ക്ലിക്ക് ചെയ്ത് മെയിൽ തുറന്നു. അവളെ സെലക്ട് ചെയ്തു എന്നറിയിക്കുന്ന കത്തായിരുന്നു അത്. ഡിയർ വീണ, ഐ ആം ഹാപ്പി ടു ഇൻഫോം യു ദാറ്റ് യു ഹാവ് ബീൻ സെലക്റ്റഡ്. ആ കത്ത് വീണ്ടും വായിച്ചു നോക്കി. അപ്പോഴാണ് വിശ്വാസം വന്നത്. മാസം 30,000 രൂപ ശമ്പളം. ആദ്യത്തെ 6 മാസം പ്രൊബേഷൻ. അത് കഴിഞ്ഞ് ജോലിയിൽ സ്ഥിരപ്പെടുത്തും. അപ്പോൾ ശമ്പള വർധനവുണ്ടാവും. അതുകൂടാതെ അലവൻസുകളും ലഭിക്കും. 1-ാം തീയതി രാവിലെ 9 മണിക്ക് കമ്പനിയുടെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുക. ഹൃദയം നിറഞ്ഞു തുളുമ്പുന്ന സന്തോഷത്തോടെയാണ് ഇൻ്റർനെറ്റ് കഫേയിൽ നിന്ന് വീണ ഇറങ്ങിയത്. ആരുടെയും സഹായമില്ലാതെ തൽക്കാലം പിടിച്ചു നിൽക്കാൻ പറ്റും. ജോലി കിട്ടിയ കാര്യം ആദ്യം പറയേണ്ടത് വിൽസൺ അങ്കിളിനോടാണ്, പിന്നെ ഹണിയോടും നിത്യയോടും. ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞ് ഉടൻ തന്നെ അവൾ മൊബൈൽ എടുത്ത് വിൽസണെ വിളിച്ചു. ബെല്ല് കേട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വിളിച്ചത് അബദ്ധമായോ എന്ന് ചിന്ത വന്നത്. ഓഫീസിലേതെങ്കിലും കോൺഫറൻസിലോ വേറെ തിരക്കിലോ ആണെങ്കിലോ? ഹലോ ഹണി. പെട്ടെന്ന് വിൽസൻ്റെ ശബ്ദം വന്നു. അങ്കിൾ ഫ്രീ ആണോ ഇപ്പോൾ? അവൾ ആദ്യം തന്നെ ചോദിച്ചു. അതെ, ഞാനിപ്പോൾ വീട്ടിലാണ്. ഇന്ന് ഓഫീസിൽ പോയില്ലേ?
എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ മാമോദീസ ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുത്തിട്ട് വന്നതേയുള്ളൂ. ഇന്ന് ലീവിലാണ്. ഒരു സന്തോഷ വാർത്ത പറയാനാണ് വിളിച്ചത്. എന്താണ്? എനിക്ക് ജോലി കിട്ടി. ഓ, എവിടെ? ടെക്നോ പാർക്കിലെ ഒരു കമ്പനിയിൽ. ഞാൻ ഇൻ്റർവ്യൂവിന് പോയില്ലേ, അവിടെ. കൺഗ്രാറ്റ്സ് ഹണി. എന്നാണ് ജോയിൻ ചെയ്യേണ്ടത്? അടുത്ത മാസം 1-ാം തീയതി. ഇനി കഷ്ടിച്ച് ഒരാഴ്ച മാത്രം. നമുക്കിത് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? സന്തോഷത്തോടെ വിൽസൺ ചോദിച്ചു. വേണം. എന്നാണ്? ആദ്യത്തെ സാലറി കിട്ടിയിട്ട് പോരെ? അവൾ ചോദിച്ചു. പോരാ, 2 ഐസ്ക്രീം വാങ്ങിക്കാനുള്ള കാശൊക്കെ ഹണിയുടെ കയ്യിൽ കാണാതിരിക്കത്തില്ല, അയാൾ പറഞ്ഞു. അതുണ്ട്. തൽക്കാലം അത് മതി. ഇന്ന് തന്നെ നമ്മളതങ്ങ് ആഘോഷിച്ചാലോ? ഇന്നോ? ഇത്ര പെട്ടെന്ന്? അതിലെന്താ കുഴപ്പം? റെഡിയായി നിൽക്ക്, ഞാനിപ്പോൾ വരാം. ശരി അങ്കിൾ. വിൽസൺ ഫോൺ കട്ട് ചെയ്തു. അങ്കിൾ ഇന്ന് ലീവ് ആയതുകൊണ്ടായിരിക്കും ഇപ്പോൾ തന്നെ ആഘോഷിക്കാമെന്ന് പറഞ്ഞത്. അങ്കിളിനെ കാണാൻ പറ്റുന്നതും സന്തോഷമുള്ള കാര്യമാണ്. വീണ അല്പം ഒന്ന് ശ്രദ്ധിച്ചൊരുങ്ങി. വിൽസൺ അങ്കിളെ കാണാൻ പോവല്ലേ? അല്പനേരം കഴിഞ്ഞപ്പോൾ വിൽസൻ്റെ വിളി വന്നു. ഗേറ്റിന് വെളിയിൽ ഇറങ്ങി നിൽക്ക്, ഞാനിപ്പം വരാം. ശരി അങ്കിൾ. അവൾ മുറി പൂട്ടിയിട്ട് സ്റ്റെയർകേസ് ഇറങ്ങി താഴെ വന്നു. ഗേറ്റിന് വെളിയിലേക്ക് ചെന്നു. റോഡിലെ ട്രാഫിക് കണ്ടു നിൽക്കുമ്പോൾ വിൽസൻ്റെ കാർ അടുത്തേക്ക് വന്നു നിന്നു. വീണ വേഗം ഫ്രണ്ട് ഡോർ തുറന്ന് കാറിൽ കയറി വിൽസൻ്റെ അടുത്തിരുന്നു. അയാൾ അവളെ നോക്കി പുഞ്ചിരിച്ചു. ജോലി കിട്ടിയതിൻ്റെ സന്തോഷം കാരണമാണോ അറിയത്തില്ല, ഹണി കൂടുതൽ സുന്ദരിയായിട്ടുണ്ട്. അവൾ ലജ്ജയോടെ ഒന്ന് ചിരിച്ചു. ഈപ്പച്ചായനെ വിളിച്ച് പറഞ്ഞു സന്തോഷ വാർത്ത? ഇല്ല, ഇങ്ങോട്ട് വിളിക്കും, അന്നേരം പറയാം. ഒരു നിമിഷം വിൽസൺ കാർ ഓടിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ച് നിശബ്ദനായിരുന്നു. പാളയത്ത് ഒരു ഐസ്ക്രീം പാർലറുണ്ട്, നമുക്കവിടെ പോകാം. പിന്നെ അയാൾ പറഞ്ഞു. സൗകര്യപ്രദമായി കാർ പാർക്ക് ചെയ്തിട്ട് 2 പേരും ഐസ്ക്രീം പാർലറിലേക്ക് കയറി ചെന്നു. അവിടെ നല്ല തിരക്ക്, ഒരു സീറ്റ് പോലും ഒഴിവില്ല. 2 പേരും വിഷണ്ണരായി പരസ്പരം നോക്കി. നമുക്ക് വേറെ എവിടെയെങ്കിലും ട്രൈ ചെയ്യാം, അയാൾ പറഞ്ഞു. അവിടെ ഇത് തന്നെയാണ് സ്ഥിതിയെങ്കിലോ? അവൾ ചോദിച്ചു. പിന്നെന്ത് ചെയ്യും? ഐസ്ക്രീം മേടിച്ച് നമുക്ക് അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോകാം, അവിടെ ഇരുന്ന് കഴിക്കാം. ആ അഭിപ്രായം വിൽസൺ ഇഷ്ടപ്പെട്ടു. ഗുഡ് ഐഡിയ, നമുക്ക് വീട്ടിലേക്ക് പോകാം. 2 ഐസ്ക്രീം ഭംഗിയായി പാക്ക് ചെയ്ത് വാങ്ങിച്ച് അവർ നന്തൻകോടിന് പോയി. കുറേ ദിവസം താമസിച്ച് ആ വീട്ടിലേക്ക് വീണ്ടും ചെന്നപ്പോൾ വീണയ്ക്ക് എന്തെന്നില്ലാത്ത ഒരുതരം സന്തോഷം അനുഭവപ്പെട്ടു. ഐസ്ക്രീമുമായി 2 പേരും ഡ്രോയിങ് റൂമിൽ അടുത്തടുത്തിരുന്നു. ഹണി വീണ്ടും ഇങ്ങോട്ട് വന്നെന്നോ, നമ്മളൊന്നിച്ച് ഐസ്ക്രീം കഴിച്ചെന്നോ ചാച്ചൻ വിളിക്കുമ്പോൾ പറയണ്ട. അതെന്താ അങ്കിൾ? ഈപ്പച്ചായന് അത് ഇഷ്ടപ്പെടത്തില്ല. അത് അങ്കിളിന് വെറുതെ തോന്നുക. അല്ല ഹണി, ഞങ്ങൾ തമ്മിൽ ഒടുവിൽ സംസാരിച്ചപ്പോൾ അതെനിക്ക് മനസ്സിലായി. എങ്കിൽ നമ്മൾ തമ്മിൽ ഇന്ന് കണ്ട കാര്യം ഞാൻ പറയുന്നില്ല, അതാണ് നല്ലത്, അയാൾ പറഞ്ഞു. അവർ പലതും സംസാരിച്ചുകൊണ്ടാണ് ഐസ്ക്രീം കഴിച്ചത്. ഇതുപോലെ മനോഹരമായ നിമിഷങ്ങൾ തൻ്റെ ജീവിതത്തിൽ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലെന്ന് വിൽസന് തോന്നി. അല്ല, മാധുരിയോടൊപ്പം ചിലവഴിച്ച അവസരങ്ങളും വേറൊരു തരത്തിൽ മനോഹരമായിരുന്നു. ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒഴിഞ്ഞ കപ്പുകൾ വീണ കൊണ്ടുചെന്ന് വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിക്ഷേപിച്ചു. ഹണിക്ക് പോകാറായോ? വിൽസൺ ചോദിച്ചു. കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് പോയാലും മതി. അവർ പരസ്പരം അടുത്തടുത്ത് നിന്നു. ഈ ഐസ്ക്രീമിൽ ഒതുക്കുകയാണോ ജോലി കിട്ടിയ സന്തോഷം? അയാൾ ചോദിച്ചു. അങ്കിളിന് പിന്നെ എന്താണ് വേണ്ടത്? അവൾ ചോദിച്ചു. എന്ത് ചോദിച്ചാലും നീ എനിക്ക് തരുമോ? തരും, എന്നെക്കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ, അവൾ പറഞ്ഞു. എങ്കിൽ എങ്കിൽ നിന്നെ എനിക്ക് തരുമോ ഹണി? വിൽസൺ ചോദിച്ചു. അങ്കിൾ. ഞെട്ടലോടെ അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. തരാൻ പറ്റില്ല അല്ലേ? നിരാശയോടെ അയാൾ ചോദിച്ചു. പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, അപ്പോൾ തരുമല്ലേ? അയാൾക്ക് വീണ്ടും പ്രതീക്ഷയായി. എനിക്ക് അതിനുള്ള അർഹതയില്ല അങ്കിൾ, അവൾ പറഞ്ഞു. അത് ഞാനാണ് തീരുമാനിക്കുന്നത്. പക്ഷേ അങ്കിൾ. അവളുടെ 2 ചുമലുകളിലും കൈകൾ വെച്ചുകൊണ്ട് വിൽസൺ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എനിക്ക് നിന്നെ വേണം ഹണി, ഞാൻ നിന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. വീണയുടെ കണ്ണുകൾ രണ്ടും അറിയാതെ നിറഞ്ഞു. അങ്കിൾ. അവൾ അയാളുടെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. അയാൾ കൈകളെടുത്ത് അവളെ ചുറ്റിപ്പിടിച്ചു. അവളുടെ മാറിടങ്ങൾ അയാളുടെ നെഞ്ചിലേക്ക് അമർന്നു. നിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ഹണി? അയാൾ ചോദിച്ചു. ഇല്ല, ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല, എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല, അവൾ പറഞ്ഞു. ഇപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അവളുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകി. അയാൾ ചുണ്ടുകൾ കൊണ്ട് അവളുടെ കണ്ണീർ ഒപ്പിയെടുത്തു.
ആരെതിർത്താലും നീ എൻ്റെ ഒപ്പം നിൽക്കാമോ? വിൽസൺ ചോദിച്ചു. അവൾ ദുർബലമായി മൂളി. അത് മതി, എനിക്ക് ആ ഉറപ്പ് മതി. അയാൾ അവളെ അമർത്തി ചുംബിച്ചു. അവൾ താമരവള്ളി പോലെ അയാളുടെ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നു. ഉച്ചയൂണിന് സാമ്പാറും ചീരത്തോരനും ഉരുളക്കിഴങ്ങും മെഴുകുപുരട്ടിയുമാണ് ഹണി ഉണ്ടാക്കിയത്. അതുകൂടാതെ നെല്ലിക്ക അച്ചാറും തൈരുമുണ്ടായിരുന്നു. ശ്രീരാജിന് അത് തന്നെ ധാരാളം. അവൾക്ക് വേണ്ടി ഓംലെറ്റും ഉണ്ടാക്കി. എല്ലാം മേശപ്പുറത്ത് കൊണ്ടുചെന്ന് വെച്ചിട്ടാണ് ശ്രീരാജിനെ വിളിക്കാൻ ബെഡ്റൂമിലേക്ക് ചെന്നത്. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് ഉറക്കമായിരുന്നു അവൻ. ഇന്നലെ മുതൽ അവൻ നല്ല രസത്തിലല്ല അവളോട്. ശ്രീജിയുടെ വീട്ടിൽ ചെന്ന് അവളെല്ലാം വെളിപ്പെടുത്തി എന്നറിഞ്ഞതു മുതൽ അങ്കലാപ്പിലാണ് അവൻ. പക്ഷേ ഇതുവരെ വീട്ടിൽ നിന്ന് അച്ഛൻ്റെയോ അമ്മയുടെയോ വിളി വന്നില്ല. അതാണ് അവനെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കിയത്. ശ്രീ, എഴുന്നേറ്റ് വാ. ചോറെടുത്ത് വെച്ചു. കണ്ണുകൾ അടച്ചു കിടന്നിരുന്ന അവനെ ഹണി കുലുക്കി വിളിച്ചു. എനിക്ക് വേണ്ട. കണ്ണുകൾ തുറക്കാതെ അവൻ പറഞ്ഞു. അതെന്താ? വിശപ്പല്ല. അതല്ല കാര്യമെന്ന് എനിക്കറിയാം. നീ എന്നോട് പ്രതിഷേധിക്കുകയാണ്. അങ്ങനെ വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. ഞാൻ ചെയ്തത് തെറ്റാണെന്നാണോ നീ പറയുന്നത്? അവൾ ചോദിച്ചു. നീ ചെന്ന് അവരെ അപമാനിച്ചു. എൻ്റെ അച്ഛനെയും അമ്മയെയും അപമാനിച്ചു. അത് വേണ്ടായിരുന്നു. ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ എനിക്കറിയാമായിരുന്നു. എപ്പോഴാണ് നീ ഇത് കൈകാര്യം ചെയ്യുന്നത്? നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ശേഷമോ? അവൾക്ക് ദേഷ്യം വന്നു. അപ്പോഴാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. ശ്രീരാജ് ഒന്ന് ഞെട്ടി. അച്ഛനായിരിക്കും. ഞാൻ ചെന്ന് നോക്കാം, അവൾ പറഞ്ഞു. വേണ്ട, അച്ഛൻ നിന്നെ ഒറ്റയടിക്ക് കൊല്ലും. അവൻ എഴുന്നേറ്റ് ചെന്ന മുൻവാതിൽ തുറന്നു. പുറത്ത് അവൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ നാരായണൻകുട്ടി മേനോൻ്റെ മകൻ സന്ദീപ് നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല തണ്ടും തടിയുമുള്ള ചെറുപ്പക്കാരനായിരുന്നു സന്ദീപ്. എന്താടാ, പേടിച്ചു പോയോ? ശ്രീരാജിൻ്റെ മുഖം കണ്ട് പുഞ്ചിരിയോടെ സന്ദീപ് ചോദിച്ചു. സന്ദീപേട്ടാ, എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു ശ്രീജിത്തിന്. ചെറിയച്ഛനൊരു കാര്യം പറഞ്ഞു. അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞു വിട്ടതാ എന്നെ. സന്ദീപ് അകത്തേക്ക് കയറി. ശ്രീരാജ് വാതിലടച്ചു. ഹണി സ്വീകരണ മുറിയിലേക്ക് ചെന്നു. സന്ദീപ് അവളെ കണ്ടു. ഹണിയാണല്ലേ? പുഞ്ചിരിയോടെ അയാൾ ചോദിച്ചു. അതെ, അവൾ തലകുലുക്കി. ശ്രീരാജിൻ്റെ വലിയച്ഛൻ്റെ മോനാ ഞാൻ. സന്ദീപ്. പാലക്കാട് ടൗണിൽ പച്ചക്കറിയുടെ ബിസിനസ്സാണ്. ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാ ഞാൻ വന്നത്. ഹണി ഇരിക്കൂ. ശ്രീരാജ്, നീ ഇരിക്കൂ. ആദ്യം മുതലുള്ള കാര്യങ്ങൾ എല്ലാം എനിക്കറിയണം, അയാൾ ആവശ്യപ്പെട്ടു. ഡബിൾ സെറ്റിയിൽ ശ്രീരാജും ഹണിയും അടുത്തടുത്തിരുന്നു. എതിർവശത്ത് സന്ദീപും. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചു എന്ന് കേട്ടത് സത്യമാണോ? അതെ, ശ്രീരാജ് പറഞ്ഞു. എങ്ങനെയാണത് സംഭവിച്ചത്? അതിന് മറുപടി ഹണിയാണ് പറഞ്ഞത്. എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് തുടങ്ങിയ പ്രേമവും കോഴ്സ് കഴിഞ്ഞ് നടത്തിയ കല്യാണവും ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് ഒന്നിച്ച് താമസവും തുടങ്ങിയതും എല്ലാം അവൾ വിശദമായി സന്ദീപിനോട് പറഞ്ഞു. അപ്പോൾ ശ്രീരാജിൻ്റെ ഭാഗത്താണ് തെറ്റ്. ചെറിയച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മകളുടെ കല്യാണാലോചന കൊണ്ടുവന്നപ്പോൾ തന്നെ നീ അത് അച്ഛനോട് പറയേണ്ടതായിരുന്നു. എനിക്ക് പേടിയായിരുന്നു സന്ദീപേട്ടാ. ധൈര്യമില്ലാത്തവൻ രഹസ്യമായി കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു. നിനക്ക് 2 എണ്ണം പൊട്ടിക്കാനാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. താലി കെട്ടി ഭാര്യയായി സ്വീകരിച്ച പെണ്ണിനെ ഉപേക്ഷിച്ച് വേറൊരുത്തിയെ കല്യാണം കഴിക്കാൻ പോകുന്ന നീ പുരുഷനാണോടാ? ശ്രീരാജൻ്റെ തല കുനിഞ്ഞു. പക്ഷേ ഹണിയുടെ മനസ്സിൽ ആ വാക്കുകൾ കുളിർ മഴയാണ് പൊഴിച്ചത്. നടന്നത് നടന്നു. സാരമില്ല, ചെറിയച്ഛനെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. മാധവചന്ദ്രൻ അങ്കിളിനെ കണ്ട് കല്യാണത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് ഞാൻ പറയാൻ പോവാണ്. നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ശ്രീരാജെ. സന്ദീപേട്ടാ. വിശ്വാസം വരാതെ ശ്രീരാജ് അയാളെ നോക്കി. കാലം മാറിയത് ചെറിയച്ഛൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അതുപോട്ടെ, സാരമില്ല. ശ്രീരാജെ, നീ ചെന്ന് അച്ഛനോടും അമ്മയോടും മാപ്പ് പറയണം. ബാക്കി ഞാനേറ്റു. ഹണിയെയും വേണമെങ്കിൽ കൊണ്ടുപോ. ഇതുപോലൊരു നല്ല മരുമോളെയാണല്ലോ കിട്ടിയതെന്ന് കാണുമ്പോൾ രണ്ടുപേരുടെയും മനസ്സലിയും. പെട്ടെന്ന് അന്തരീക്ഷത്തിന് ഒരയവ് വന്നു. 3 പേരും ആഹ്ലാദത്തോടെ സംസാരിച്ചു. ഹണി വിളമ്പിക്കൊടുത്ത ചോറ് സന്ദീപും ശ്രീരാജും ഉണ്ടു. 2 ദിവസം എറണാകുളത്ത് ഉണ്ടാവുമെന്നും പോകും മുമ്പ് വീണ്ടും കാണാമെന്നും പറഞ്ഞാണ് സന്ദീപ് യാത്ര പറഞ്ഞിറങ്ങിയത്. താഴെ റോഡ് വക്കിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൻ്റെ അടുത്തേക്കാണ് സന്ദീപ് ചെന്നത്. കാറിൽ അയാളുടെ 2 കൂട്ടുകാർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കാറിൽ കയറിയിട്ട് സന്ദീപ് മൊബൈലെടുത്ത് രാമചന്ദ്ര മേനോനെ വിളിച്ചു. ചെറിയച്ച, 2 പേരെയും ഞാൻ കണ്ടു.
എല്ലാം ഓക്കെയാണ്. രണ്ടുപേർക്കും ഒരു സംശയവും ഉണ്ടായിട്ടില്ല. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യം നടക്കും. ധൈര്യമായിട്ടിരിക്കെ. അറിഞ്ഞത് ശരിയാ, അവളുടെ തന്തയും തള്ളയും വിദേശത്താ. വേറെ അടുത്ത ബന്ധുക്കളും ഇല്ല. അപ്പോൾ പിന്നെ എല്ലാം എളുപ്പമാ. ശരി, നാളെ ഞാൻ വിളിക്കാം. കോൾ കട്ട് ചെയ്തിട്ട് സന്ദീപ് സുഹൃത്തുക്കളെ ഒന്ന് നോക്കി. അവർ അയാളെ നോക്കി പുഞ്ചിരിച്ചു. ഹണിയുടെ മടിയിൽ തലവെച്ച് ശ്രീരാജ് സെറ്റിയിൽ കിടന്നു. അവൾ ഇഷ്ടത്തോടെ അവൻ്റെ മുടിക്കുള്ളിലേക്ക് വിരലുകൾ കടത്തി ഒഴിഞ്ഞുകൊണ്ടിരുന്നു. ഈ സന്ദീപേട്ടൻ മാരീഡാണോ? അവൾ ചോദിച്ചു. ഒരു മോളും ഉണ്ട്. ലവ് മാരേജ് ആയിരുന്നു. പക്ഷേ ഞങ്ങളുടെ ബന്ധത്തിൽ തന്നെയുള്ള ആളാ പ്രിയേട്ടത്തി, അവൻ പറഞ്ഞു. പ്രേമിച്ചിട്ടുള്ളവർക്ക് പ്രേമിക്കുന്നവരുടെ മനസ്സറിയാൻ പറ്റൂ. നീ എന്താ ഇതുവരെ സന്ദീപേട്ടൻ്റെ കാര്യം എന്നോട് പറയാഞ്ഞത്? ഇങ്ങനെയൊരു ചേട്ടനുണ്ടെന്നറിഞ്ഞിരുന്നെങ്കിൽ എന്നേ ഞാൻ വിളിച്ചു സംസാരിച്ചേനെ. എങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലായിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സന്ദീപേട്ടൻ്റെ കാര്യം. സ്കൂളിൽ എൻ്റെ 2 കൊല്ലം സീനിയറായിരുന്നു. ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഭ്രാന്ത സന്ദീപേട്ടന്. സ്കൂൾ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു ഞാൻ. അതുകൊണ്ട് എന്നോട് അന്നേ ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. എന്തായാലും ദൈവം തമ്പുരാനാ പുള്ളിയെ ഇപ്പം നമ്മുടെ അടുത്തേക്ക് വിട്ടത്. ദൈവം തമ്പുരാനല്ല, എൻ്റെ അച്ഛനാ വിട്ടത്, അവൻ തിരുത്തി. പോടാ, ദൈവം തമ്പുരാനാ പുള്ളിയെ ഇങ്ങോട്ട് വിടാൻ നിൻ്റെ അച്ഛൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചത്. ശ്രീജിയുടെ വീട്ടിൽ ചെന്ന് എല്ലാം ഞാൻ വെളിപ്പെടുത്തിയതിന് നീ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞില്ലേ? ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? ഞാനത് അറിയിച്ചത് കൊണ്ടല്ലേ അച്ഛൻ ആളിനെ പറഞ്ഞു വിട്ടത് കാര്യങ്ങൾ അന്വേഷിക്കാൻ. അച്ഛൻ നേരിട്ട് വരുമെന്നായിരുന്നു എൻ്റെ പേടി, ശ്രീരാജ് പറഞ്ഞു. എല്ലാം അറിഞ്ഞപ്പോൾ ശ്രീജയുടെ അച്ഛൻ കല്യാണത്തിൽ നിന്ന് പിന്മാറിക്കാണും. അതുകൊണ്ട് നമ്മുടെ കാര്യത്തിൽ പച്ചക്കൊടി കാണിച്ചതുകൊണ്ടാ സന്ദീപ് ഏട്ടൻ വന്നതെന്ന് എനിക്ക് തോന്നുന്നു, ഹണി പറഞ്ഞു. എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഹണി. അച്ഛൻ്റെ സ്വഭാവം എനിക്കറിയത്തില്ലേ? വെട്ടൊന്ന് തുണ്ടൻ 2 എന്നതാണ് അച്ഛൻ്റെ പോളിസി. ഇതാ നിൻ്റെ കുഴപ്പം. ഒരു കാര്യവും പോസിറ്റീവായിട്ട് എടുക്കത്തില്ല. നമ്മുടെ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കാമെന്ന് സന്ദീപേട്ടൻ ഉറപ്പ് തന്നിട്ടല്ലേ പോയത്? നിനക്കത് വിശ്വാസമായില്ലേ? അവൾ ചോദിച്ചു. സന്ദീപേട്ടൻ പറഞ്ഞാൽ അച്ഛൻ കേൾക്കും. കാരണം എന്നേക്കാൾ ഇഷ്ടമാ അച്ഛന് സന്ദീപേട്ടനെ. പച്ചക്കറി ബിസിനസ്സിൽ നിന്ന് ലക്ഷങ്ങളാണ് സന്ദീപേട്ടൻ ഉണ്ടാക്കുന്നത്. കാശുണ്ടാക്കുന്നവരോട് അച്ഛന് വലിയ ബഹുമാനമാ. എന്നാ നീ അച്ഛനെ കാണാൻ പാലക്കാടിന് പോകുന്നേ? അവൾ ചോദിച്ചു. പോകാം, ഒഴുക്കൻ മട്ടിലായിരുന്നു അവൻ്റെ മറുപടി. അവൾക്ക് ദേഷ്യം വന്നു. ശ്രീരാജ് അവളുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. സന്ദീപേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് ധൈര്യം പോരാ. ഒറ്റയടിക്ക് ഞാൻ നിലത്ത് വീഴും, അവൻ പറഞ്ഞു. നീ ഒറ്റയ്ക്ക് പോകണ്ട. നീയും വരുമോ? വരാം. എന്നാൽ 2 കുഴി വെട്ടേണ്ടി വരും. അങ്ങനെ ഒരു പേടിത്തൊണ്ടനായി പോയല്ലോ നീ. സ്വന്തം അച്ഛനല്ലേ, കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. നാളെ തന്നെ നമുക്ക് പോകാം. ഞാനും വരാം. അവൾ അവന് ധൈര്യം കൊടുത്തു. ലീവ് കിട്ടുന്ന കാര്യം സംശയമാ. ഈ ജോലി പോകുന്നെങ്കിൽ പോട്ടെ. ഇതാണ് നമുക്കിപ്പോൾ പ്രധാനം. 2-1 തീരുമാനിച്ചേ പറ്റൂ. അധികം നാൾ ഈ ഒളിച്ചുകളി പറ്റില്ല അവൾ ശാഠ്യം പിടിച്ചു. ശ്രീരാജ് ആലോചനയോടെ ഒരു നിമിഷം ഇരുന്നു. നീ സന്ദീപേട്ടനെ ഒന്ന് വിളിക്ക്. 2 ദിവസം സിറ്റിയിൽ കാണുമെന്നല്ലേ പറഞ്ഞത്? നമുക്ക് പുള്ളിയുടെ കൂടെ പോകാം, പാലക്കാടിന്. ഹണിയുടെ നിർബന്ധം കാരണം അവൻ മൊബൈലെടുത്ത് സന്ദീപിനെ വിളിച്ചു. എന്താടാ ഉടൻ തന്നെ സന്ദീപിനെ കിട്ടി. സന്ദീപേട്ടൻ എവിടെയാ? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്, ഇടപ്പള്ളിയിൽ. ഞാൻ നാളെ തിരിച്ചു പോകും. നീ എപ്പോഴാ വരുന്നേ? അയാൾ ചോദിച്ചു. അക്കാര്യം പറയാനാ വിളിച്ചേ. സന്ദീപേട്ടൻ്റെ കൂടെ ഞങ്ങളും വന്നാലോ? ഒറ്റയ്ക്ക് ചെന്ന് അച്ഛനെ ഫേസ് ചെയ്യാൻ ധൈര്യം പോരാ. സന്ദീപ് പൊട്ടിച്ചിരിച്ചു. ധൈര്യമില്ലാത്തവനൊന്നും രഹസ്യമായി കല്യാണം കഴിക്കരുത്. വന്ന് നിൻ്റെ കർണക്കുറ്റി നോക്കി ഒരടിയാ തരേണ്ടത്. നീ എൻ്റെ അനിയനായി പോയതുകൊണ്ട് ഞാൻ ക്ഷമിക്കുക. നാളെ ഉച്ച കഴിഞ്ഞ് ഞാനങ്ങോട്ട് വരാം. എന്താ? ശരി സന്ദീപേട്ടാ. എന്തായാലും ഒരാഴ്ചത്തെ ലീവ് എടുക്ക്. ചെന്ന് കഴിഞ്ഞാൽ ചെറിയച്ഛനും ചെറിയമ്മയും നിങ്ങളെ പിറ്റേന്നൊന്നും വിടത്തില്ല കേട്ടോ. ഒരാഴ്ചത്തെ ലീവൊന്നും കിട്ടത്തില്ല. പിറ്റേന്ന് ഞങ്ങൾ ഇങ്ങ് പോരും. എങ്കിൽ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യ്. ആരും അറിയാതെ നീ അവളെ കല്യാണം കഴിച്ചതിൽ ചെറിയച്ഛന് നല്ല ദേഷ്യമുണ്ട്. പക്ഷെ നിന്നോട് ക്ഷമിക്കാൻ തയ്യാറാ. ഒക്കെ ഞാൻ സംസാരിച്ച് നേരെയാക്കാം. നീയൊന്ന് നിന്ന് തന്നാൽ മാത്രം മതി, സന്ദീപ് പറഞ്ഞു. വരാം സന്ദീപേട്ടാ. ഓക്കെ, നാളെ കാണാം. ശ്രീരാജ് സ്പീക്കർ ഫോൺ ഓൺ ചെയ്താണ് സംസാരിച്ചത്. അത് കാരണം മുഴുവൻ സംഭാഷണവും ഹണിയും കേൾക്കാൻ കഴിഞ്ഞു. പേടി കുറച്ചൊക്കെ മാറിയോ? അവൾ ചോദിച്ചു. അവൻ പുഞ്ചിരിച്ചതേയുള്ളൂ. സന്തോഷം കാരണം അന്ന് രാത്രിയിൽ പരസ്പരം സ്നേഹിച്ച് വളരെ വൈകിയാണ് അവർ ഉറങ്ങിയത്.
പിറ്റേന്നും രാവിലെ 2 ദിവസത്തെ യാത്രയ്ക്കുള്ള വസ്ത്രങ്ങൾ അവർ സൂട്ട് കേസിലെടുത്തു വെച്ചു. നിർബന്ധിക്കുകയാണെങ്കിൽ 2-3 ദിവസം കൂടി നിൽക്കാം. അടുത്ത ഭാഗം നാളെ.